എടാ മോനെ ഒന്നിവിടെ വന്നേ. അല്ല ഇതെന്താ ബില്ല് ഒരു പുതിയ ചാതനോ? ഗ്യാസ് ക്രൈസിസ് ചാർജ്. ഞാൻ കഴിച്ച ബിരിയാണിക്ക് പുറമെ ഈ ഗ്യാസ് ക്രൈസിസ് ചാർജ് എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് അഡീഷണൽ 10 രൂപ തരണമെന്നോ? ഇതെന്താ ബ്രോ? സർ, ലോകത്ത് മഹായുദ്ധമാണ്. US ഇസ്രയേൽ ഇറാൻ യുദ്ധം, ഹോർമുസ് കടലിടുക്കിൽ പെരിയ പ്രശ്നം. ആ യുദ്ധം ഇപ്പോൾ ചേട്ടന്റെ ഈ പ്ലേറ്റ് വരെ എത്തി നിൽക്കുവാണ്. സിമ്പിൾ ആയി പറഞ്ഞാൽ ഗ്യാസ് കിട്ടാനില്ല ചേട്ടാ. ഞങ്ങൾ ഈ ഗ്യാസ് കിട്ടാൻ കുറെ കഷ്ടപ്പെടുന്നുണ്ട്. സോ ഞങ്ങളുടെ ആ കഷ്ടപ്പാടിന്റെ ഒരു ചിന്ന പെർസെന്റേജ് ഞങ്ങൾ ചേട്ടന്റെ കയ്യിൽ നിന്ന് എടുക്കുന്നു, അത്ര തന്നെ. ഓ അങ്ങനെയാണോ? എന്നാൽ കേട്ടോ മോനെ, ഇത് പക്ക ഇല്ലീഗലാണ്. ആഹാ, ഏത് നിയമത്തിലാ ചേട്ടാ? Now it's time to flex my legal knowledge. CCPA 25 മാർച്ച് 2026 ഒരു പുതിയ അഡ്വൈസർ ഇറക്കിയിട്ടുണ്ട്. അതുപ്രകാരം നിങ്ങൾ ഈ ഹോട്ടലുകാരോട് വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് LPG ചാർജസ്, ഗ്യാസ് സർചാർജ്, ഫ്യൂവൽ കോസ്റ്റ് റിക്കവറി അല്ലെങ്കിൽ ഗ്യാസ് ക്രൈസിസ് ചാർജ് എന്നൊക്കെ പറഞ്ഞ് ബില്ലിൽ ആഡ് ചെയ്ത് കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ചാർജ് ഈടാക്കാൻ പാടില്ല എന്നാണ്. ഗ്യാസ്, ഇലക്ട്രിസിറ്റി ഇതൊക്കെ ഫുഡിന്റെ പ്രൈസിൽ ആദ്യമേ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. സോ ഈ പരിപാടി വേണ്ട കേട്ടോ. ഓഹോ, അങ്ങനെ ഈടാക്കിയാൽ എന്താ സാർ? തൂക്കിക്കൊല്ലൊന്നുമില്ലല്ലോ. തൂക്കിയൊന്നും കൊല്ലില്ല. പക്ഷേ ഈ ബില്ല് എവിഡൻസ് ആക്കി വെച്ച് ഞങ്ങൾ കൺസ്യൂമർ കമ്മീഷനിൽ പരാതി കൊടുത്താലുണ്ടല്ലോ, കുറച്ച് നല്ല പൈസ കോമ്പൻസേഷൻ ആയിട്ട് ഇങ്ങോട്ടേക്ക് തരേണ്ടി വരും. കാരണം നിങ്ങൾ വയലേറ്റ് ചെയ്യുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. നിങ്ങൾ ചെയ്യുന്നത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് ആണ്. വിളിക്ക്, നിന്റെ മുതലാളി വിളിക്ക്, അയാളോട് ഞാൻ പറഞ്ഞു കൊടുക്കാം. സർ, അതാണ് ഞങ്ങളുടെ മുതലാളി. ആ നിയമങ്ങൾ സിമ്പിൾ ആയിട്ട് അറിയാൻ ഫോളോ ലോയർ ബ്രോ.